ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ ചൈന പിടിച്ചെടുത്തു. അരുണാചലിൽ ചൈനീസ് ആർമി വന്നിട്ട് ഇന്ത്യൻ ആർമിയെ തല്ലിക്കൊല്ലുന്നു. ഇങ്ങനെയൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അപ്പം ആ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരുന്നുകൊണ്ട് ഇത് പാടില്ല, ഇങ്ങനെയൊന്നും പറയരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മാത്രമല്ല, നിങ്ങൾ പാർലമെൻറ്റിൽ ചോദിക്കൂ, എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്? ശരിക്കും രാഹുൽ ഗാന്ധി അങ്ങ് ഒറ്റപ്പെട്ടു പോവുകയല്ലേ ഇതോടുകൂടി? അങ്ങനെയില്ല. വാസ്തവത്തിൽ എൻഡ് റിസൾട്ട് എന്താ ഉണ്ടായത്? സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയുടെ കേസ് സ്റ്റേ ചെയ്തു. ഇത് തുടങ്ങുന്നത് രാഹുൽ ഗാന്ധി 2022 നടത്തിയൊരു പ്രസംഗം. അതിൽ 2000 സ്ക്വയർ കിലോമീറ്റർ ചൈന പിടിച്ചെടുത്തുവെന്നും നമ്മുടെ ആൾക്കാരെ, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിൽ നമ്മളിൽപ്പെട്ട ആൾക്കാരെയൊക്കെ തല്ലി വശകേടാക്കുകയാണെന്നും ഒക്കെയായിരുന്നു പ്രസംഗം. ആ പ്രസംഗം ഡിഫമേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BRO അതിൻ്റെ മുൻ ഡയറക്ടർ അങ്ങേരാണ് ലക്നൗവിലെ ലോവർ കോർട്ടിൽ, ഡിഫമേഷൻ സ്യൂട്ട് എപ്പോഴും ലോവർ കോർട്ടിലാണല്ലോ ഫയൽ ചെയ്യുന്നത്, അവിടെ ഫയൽ ചെയ്തു. അപ്പോൾ അത് രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചു. ആ സമൻസ് അയച്ച് ശരിയായില്ലെന്നും കേസ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ലക്നൗ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതി ഇതിൽ സബ്സ്റ്റൻസ് ഒന്നുമില്ല, അതുകൊണ്ട് കീഴ്ക്കോടതിയുടെ പ്രൊസീഡിങ്സ് നടക്കട്ടെ, പോയി അവിടെ ഹാജരാകുക എന്ന് പറഞ്ഞു. അതിനെതിരെ അപ്പീലുമായിട്ടാണ് സുപ്രീം കോടതിയിൽ വന്നത്. വക്കീൽ അഭിഷേക് മനു സിംഗ്വി ഈ പറഞ്ഞ വാചകമൊക്കെ സുപ്രീം കോടതി അടിച്ചു. എന്താ ഇങ്ങനെ പറയാൻ, എന്താ കാര്യം, പാർലമെൻറ്റിൽ പറയണ്ടേന്നൊക്കെ പറഞ്ഞെങ്കിലും സുപ്രീം കോടതി കേസ് സ്റ്റേ ചെയ്തു. ഫലത്തിൽ രാഹുൽ ഗാന്ധി രക്ഷപ്പെട്ടു. ഇനി ആ കേസ് എപ്പോഴാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ സ്റ്റേ എപ്പോഴാണ് വെക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? വാസ്തവത്തിൽ അല്പം ഇല്ലീഗൽ കൂടെയാണ് ആ സ്റ്റേ ഓർഡർ. അതായത് അഭിഷേക് മനു സിംഗ്വി വാദിച്ചു BNSS, നമ്മളുടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, പഴയ CRPC, അതിൻ്റെ സെക്ഷൻ 223 വെച്ചിട്ട് രാഹുൽ ഗാന്ധിയെ കേട്ടിട്ട് വേണമായിരുന്നു സമൻസ് അയക്കാൻ ലോവർ കോർട്ട്. കേൾക്കുന്നതിന് മുമ്പ് സമൻസ് അയച്ചു. ഇങ്ങനെ ഒരു സാങ്കേതിക തടസ്സമാണ് ഉന്നയിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഇതെന്തുകൊണ്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചില്ല? അപ്പോൾ സിംഗ്വി പറഞ്ഞു, ഹൈക്കോടതിയിൽ ഉന്നയിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സുപ്രീം കോടതി ഇത് തള്ളിക്കളയുന്നത് ശരിയാണോ? വാസ്തവത്തിൽ ശരിയാണ്, അങ്ങനെ വേണം ചെയ്യാൻ. കാരണം നിങ്ങൾ ഹൈക്കോടതിയിൽ ഉന്നയിക്കാത്ത പോയിൻ്റ് സുപ്രീം കോടതിയിൽ അപ്പീലിൽ ഉന്നയിക്കാൻ പാടില്ല. നിങ്ങളുടെ ഒറിജിനൽ കേസിലില്ലാത്ത കാര്യം ഇടയ്ക്ക് നിങ്ങൾക്ക് തിരികെ കയറ്റാൻ പറ്റില്ല, പാടില്ല, നിയമത്തിൽ അത് അനുവദനീയമല്ല. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതി ആ വാദം പരിഗണിക്കരുതായിരുന്നു. പിന്നെ ഒന്ന് ഇദ്ദേഹം വാദിച്ചത്, സിംഗ്വി വാദിച്ചത്, ലക്നൗവിലെ ഹൈക്കോർട്ട് ഈ പേഴ്സൺ അഗ്രീവ്ഡ് ആൻഡ് പേഴ്സൺ ഡിഫെയിംഡ് ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള മട്ടിൽ ആ ജഡ്ജ്മെൻറ്റിൽ എഴുതി. അതങ്ങനെ അല്ല. ഇയാൾ പേഴ്സൺ ഡിഫെയിംഡ് അല്ല, പേഴ്സൺ അഗ്രീവ്ഡാണ്. അതുകൊണ്ട് ഡിഫമേഷൻ കേസ് നിൽക്കില്ല. ഇത് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത് നിയമത്തിൻ്റെ നൂലാമാലകളാണ് ഇതൊക്കെ. അത് ഇഴകീറി പരിശോധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഒരു അപ്പീൽ അനുവദിക്കാൻ സുപ്രീം കോടതിക്ക് കാരണമാകുന്നില്ല. പക്ഷേ അപ്പീൽ അനുവദിച്ചു, കീഴ്ക്കോടതി നടപടികൾ സ്റ്റേ ചെയ്തു, നോട്ടീസ് അയച്ചു. അപ്പോൾ ഫലത്തിൽ ജയിച്ചതാരാ? രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. വാചകം ഇങ്ങനെ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ നിന്ന് ഇങ്ങനെ ചില അടികളൊക്കെ അടിക്കും. ഹൈക്കോടതി, സുപ്രീം കോടതിയൊക്കെ അവരുടെ ഹെഡ്ലൈൻ ഇങ്ങനെ വരും. പാർലമെൻറ്റിൽ നിങ്ങൾക്കിത് പറയരുതായിരുന്നു, പറയാമായിരുന്നു, പറഞ്ഞിട്ടുമുണ്ട്. പാർലമെൻറ്റിലും രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കുകയല്ല. രാഹുൽ ഗാന്ധി 2000 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞു, പിന്നെ 1000 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞ പ്രസംഗമുണ്ട്. 4000 കിലോമീറ്റർ എന്ന് പറഞ്ഞത് സ്ക്വയർ വേണമല്ല, സ്ക്വയർ വിട്ടുപോയതായിരിക്കാം. ഏതായാലും 4000 കിലോമീറ്റർ എന്ന് പറഞ്ഞു, 44,000 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞു. ഇങ്ങനെ 4 പ്രസംഗങ്ങളുണ്ട് രാഹുൽ ഗാന്ധിയുടെ. ഇദ്ദേഹം എടുത്തത് ഈ 2000 സ്ക്വയർ കിലോമീറ്ററിൻ്റെ പ്രസംഗമാണ്.
അത് ഭാരത് ജോഡോ യാത്രയുടെ ഇടയ്ക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ബാക്കിയുള്ളതൊക്കെ പബ്ലിക് സ്പീച്ചിലും പാർലമെൻറ്റിന് പുറത്തും ഒക്കെ പറഞ്ഞാണ്. രാഹുൽ ഗാന്ധി അങ്ങേർക്ക് തോന്നുന്ന സ്ക്വയർ കിലോമീറ്റർ ചൈനയ്ക്ക് എഴുതി കൊടുക്കാറുണ്ട്. ഇതൊക്കെ തെമ്മാടിത്തരമാണ് രാഹുൽ ഗാന്ധിയുടെ. ബട്ട് ആ രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങാം. സുപ്രീം കോടതിയിൽ ഈ കേസ് എപ്പോഴെങ്കിലും ലിസ്റ്റ് ചെയ്തെന്ന് വരും. ഇതിനു മുമ്പുള്ള കേസും അങ്ങനെയാണ്. ഗുജറാത്ത് ലോവർ കോർട്ട്, സെഷൻസ് കോർട്ട്, ഹൈക്കോർട്ട്, ഈ മൂന്നും കൺകറൻറ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയും. ഈ കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റിൽ ശിക്ഷ വാങ്ങിച്ച് രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെട്ടു. രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചു. എങ്ങനെ? ശിക്ഷയ്ക്കും സ്റ്റേ, കൺവിക്ഷനും സ്റ്റേ. ഒരു കുറ്റകൃത്യത്തിൽ 2 സ്റ്റെപ്പാണ്. ഒന്ന്, ഇയാളെ കുറ്റക്കാരനായിട്ട് കാണുക. 2, ശിക്ഷ വിധിക്കുക. ഇത് രണ്ട് പ്രൊസീഡിങ്സാണ്. കണ്ടിട്ടില്ലേ? ടി വിയിലൊക്കെ വരും. കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ മറ്റന്നാളെ വിധിക്കും. അപ്പോൾ ഈ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ഒരു ആർഗ്യുമെൻ്റുണ്ട്, പ്രീ സെൻറ്റൻസ് ആർഗ്യുമെൻ്റുണ്ട്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? കുറ്റക്കാരനല്ല എന്നൊന്നും പറയരുത്, അതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു, ഇനി എന്താ പറയാനുള്ളത്? അപ്പോഴാണ് ഇവർ പറയുന്നത്, എനിക്ക് അച്ഛനും അമ്മയില്ല, എൻ്റെ അമ്മ കിടപ്പിലാണ്, അങ്ങനെയാണ്, 4 മക്കളുണ്ട്, അവരെ നോക്കാൻ ആളില്ല, ശിക്ഷ ഏറ്റവും ഇളവ് ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നൊക്കെ പറയും. അത് കേട്ടിട്ടാണ് ശിക്ഷ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു കോടതി സെൻറ്റൻസും സസ്പെൻഡ് ചെയ്യണം, കൺവിക്ഷനും സസ്പെൻഡ് ചെയ്യണം. അപ്പോഴേ ഇങ്ങയുടെ പേരിൽ കുറ്റമില്ല എന്നുള്ള സ്ഥിതി വരുള്ളൂ. ഇതൊക്കെ സസ്പെൻഷനിലാണ്. ഇനി അത് റീഓപ്പൺ ചെയ്യപ്പോഴെങ്കിലും, പക്ഷേ എപ്പോൾ ചെയ്യും ആർക്കും അറിയില്ല. അന്നും സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ രക്ഷിച്ചു. രാഹുൽ ഗാന്ധി തിരികെ ലോക്സഭയിലേക്ക് കയറി. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വളരെ ലിബറലായിട്ട് രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, ഗാന്ധി കുടുംബത്തെ രക്ഷിക്കാറുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ ചൊല്ലിയുള്ള കേസ് അലഹാബാദ് ഹൈക്കോടതിയിലും പോയി, ഡൽഹി ഹൈക്കോടതിയിലും പോയി. അലഹാബാദ് ഹൈക്കോടതിയിലെ കേസ് തള്ളിക്കളഞ്ഞു. ഡൽഹി ഹൈക്കോടതിയിലെ പെൻഡിങ് ആണ്, എപ്പോൾ ലിസ്റ്റ് ചെയ്യും, ഇതൊക്കെ ഓപ്പൺ ഷട്ട് കേസുകളാണ്. ഡോക്യുമെൻ്റ് നോക്കി അപ്പം തീരുമാനിക്കാവുന്നതാണ്. ബട്ട് തീരുമാനിക്കാറില്ല. അപ്പോൾ ഫലത്തിൽ രാഹുൽ ഗാന്ധി ക്യാരീസ് ദ ഡേ. പക്ഷേ ഈ ബെഞ്ചിലിരുന്ന് പറഞ്ഞ വാചകങ്ങൾ അത് കുറച്ച് ഹാർഷായിരുന്നു. അത് എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് എന്തോ വലിയ ആഘോഷം എന്നുള്ള മട്ടിൽ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്നാണ് ഞാൻ ഇന്നലെ പ്രവചിച്ചത്. പക്ഷേ എൻ്റെ പ്രവചനം തെറ്റിച്ചുകൊണ്ട് ഒരു മിനിമം കവറേജ് മലയാള മാധ്യമങ്ങളും കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. ഫലത്തിൽ രാഹുൽ ഹാസ് ഓൾമോസ്റ്റ് വൺ ദ കേസ് എന്ന് പറയും. ഇത്തരം കേസിൽ സ്റ്റേ കിട്ടുക എന്ന് പറഞ്ഞാൽ ജയിക്കുക എന്നാണ് അർത്ഥം. ഒരിക്കലും ഇനി അത് റീലിസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ രാഹുൽ ഗാന്ധി ഇത്തരം ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് ഈ പാർലമെൻറ്റിൽ പറയാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്? അതൊരു വലിയ ആരോപണമല്ലേ ശരിക്കും കോടതി ചോദിച്ചത്? ഇല്ല, അതൊക്കെ ഈ പാസിംഗ് റിമാർക്സാണ്. പാർലമെൻറ്റിൽ ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി ചെയ്യുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ബോർഡർ ഇഷ്യൂസ് അത് പാർലമെൻറ്റിൽ അലക്കും. കാരണം രാഹുൽ ഗാന്ധിക്ക് അറിയാം, ഇതിന് പാർലമെൻറ്റിലോ പുറത്തോ ഒരു മറുപടി നൽകാൻ ഒരു ഗവൺമെൻറ്റിനും സാധ്യമല്ല. കാരണം ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കം പ്രശ്നമൊക്കെ വരുമ്പോൾ അതിൻ്റെ ചർച്ചയിൽ ആദ്യം അവർ എഗ്രി ചെയ്യുന്നത് വി വിൽ നോട്ട് മേക്ക് എനി പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്. ചൈനയും പബ്ലിക്കായിട്ടൊന്നും പറയില്ല, നമ്മളും പറയില്ല. ഇതാണ് ആദ്യത്തെ എഗ്രിമെൻറ്റ്. കാരണം നാട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാകുന്ന ഒരു സ്ഥിതി, പീപ്പിൾ ടു പീപ്പിൾ വെല്ലുവിളി, ബഹളം, അതുണ്ടാവാതിരിക്കാനായിട്ട് മീഡിയയിലൊന്നും പറയില്ല എന്ന് തീരുമാനിക്കും. ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സംസാരിക്കാൻ പറ്റുമോ? രാഹുൽ എത്ര പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാലും രാജ്നാഥ് സിംഗിനോ പ്രധാനമന്ത്രിക്കോ ഇതിന് മറുപടി പറയാൻ പറ്റില്ല. കാരണം ദർ ഈസ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് ചൈന ആൻഡ് ദ ടോക്സ് ആർ ഗോയിങ് ഓൺ. ചൈന നമ്മൾ പറഞ്ഞ അവർ കയറിയെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തുനിന്ന് അവർ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഓരോ പോസ്റ്റായിട്ട്. നമ്മൾ കയറിയ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഓരോ പോസ്റ്റായിട്ട്. ഇതിനിടയ്ക്ക് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പാർലമെൻറ്റിനുള്ളിൽ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റില്ല. ദ ഇഷ്യൂ ഈസ് ദാറ്റ് സെൻസിറ്റീവ്.
ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൗരധർമ്മം നിർവഹിക്കാതെ ഉത്തരവാദിത്വമില്ലാതെ ശരിക്കും പറഞ്ഞാൽ രാജ്യസ്നേഹം പോലും ഇല്ലാതെയാണ് രാഹുൽ ഗാന്ധി പെരുമാറുന്നത്. അതെല്ലാവർക്കും അറിയാം. ബട്ട് അതിനൊരു മറുപടി കൊടുത്താൽ അത് കൂടുതൽ വഷളാവും. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ സാധാരണ ഉത്തരവാദിത്തമുള്ളൊരു പൗരൻ ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്കും ഇത് മനസ്സിലാവാഞ്ഞിട്ടില്ല. ബട്ട് കോടതികൾക്ക് ഒരു സോഫ്റ്റ് കോർണർ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന നിലയ്ക്കായിരിക്കും അവർക്കുണ്ട്. ശരി, അത് പോട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്. അല്ല, അതൊരു ബയാസൊന്നുമല്ല. ഇത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഒരാൾക്ക് സംസാരിക്കാനുള്ള അവകാശം, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് എങ്ങനെ പോയി കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിക്ക് റിലീഫ് കിട്ടുന്നു എന്നുള്ളതാണ് സത്യം. ചുരുക്കമായ രാഹുലിനെ സുപ്രീം കോടതി ഒന്ന് രക്ഷിച്ചു എന്ന് പറയാം. രക്ഷിച്ചു. 4 വഴക്കൊക്കെ പറഞ്ഞെങ്കിലും രക്ഷിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.